ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും നമ്മുടെയൊക്കെ ഇടയിൽ. നടക്കാൻ ആഗ്രഹമുള്ളവർ, എക്സസൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ജിമ്മിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, നടക്കാൻ പോകുന്നു രാവിലെ. അടുത്ത ദിവസം ഭയങ്കര വേദന, ഭയങ്കര ക്ഷീണം, ബോഡി മൊത്തത്തിലൊരു അസ്വസ്ഥത, കൈ പൊക്കാൻ പറ്റുന്നില്ല, കാല് വേദന, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ പാനിക് ആകുന്നു. ജിമ്മും എക്സസൈസും ഒക്കെ കൂടെ കൂട്ടിക്കെട്ടും. എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2-3 ദിവസം നിങ്ങളൊന്ന് ജിമ്മിലൊക്കെ പോയി സെറ്റ് ആകുമ്പോഴത്തേക്കും ഈ വേദന മാറും. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ഇത്തരത്തിലുള്ള വേദനയൊക്കെ കണ്ടുവന്ന് കുറേ പേര് പാനിക്കായിട്ട് നിർത്തും. എന്താണ് ഈ വേദന എന്ന് വെച്ചാൽ ഡോംസ് ആണ്, ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് ആണ്. എല്ലാവരിലും ഇത് കണ്ടുവരുന്നതാണ്. എന്താണ് ഇതിൻ്റെ കാരണം, ലക്ഷണങ്ങൾ, ഇത് എല്ലാവർക്കും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു ആക്ടിവിറ്റി തുടങ്ങുന്നു, എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ ബോഡി അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്യണ്ടേ? കുറച്ച് സമയം നമ്മൾ കൊടുക്കണം ബോഡിക്ക്. ഒരു പ്രവർത്തനത്തിനോട് നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഇത്തരം വേദന സാധാരണയായിട്ട് കണ്ടുവരുന്നത് 12 മുതൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ എക്സസൈസ് നടക്കുക, ആ ഒരു ആക്ടിവിറ്റീസൊക്കെ നമ്മൾ തുടങ്ങി 12 മുതൽ 48 മണിക്കൂറിൻ്റെ ഇടയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് കണ്ടുവരും. അതിൻ്റെ ആ ഒരു വേദനയുടെ ആ ഒരു കാഠിന്യം ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. ഇത് ഡോംസ് ആണ്, ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ മസിൽസ് ഒക്കെ സ്റ്റിഫായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്നും അയവൊക്കെ വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ആ ഒരു ആക്ടിവിറ്റിയോട് അഡാപ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് പാനിക് ആകേണ്ട ഒരു ആവശ്യവും ഇല്ല. സോ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവമൊക്കെ ഉണ്ടാകും. കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഭയങ്കര വേദന, ശരീരം മൊത്തത്തിലൊരു വേദന കണ്ടുവരുന്നുണ്ട്. നടക്കാൻ പറ്റുന്നില്ല, കൈ പൊക്കാൻ പറ്റില്ല, കാല് വേദന, അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, മസിലൊക്കെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, പേശിവേദന, ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഇത് ഭേദമാകും. ഒരാഴ്ചയിൽ കൂടുതൽ നിന്നാൽ മാത്രം നിങ്ങൾ ഡോക്ടറിനെ കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. സോ 4-5 ദിവസം കൊണ്ട് തന്നെ ഇത് ഭേദമാകും. ഇത്തരത്തിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൽഡായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ആവേശമായിരിക്കും. വലിയ വലിയ എക്സസൈസ് ഉടനെ ചെയ്യണം. അതുപോലെ തന്നെ 1 hour ഗ്രാജുവലി പയ്യെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം പോയിട്ട് തന്നെ ഒരു 2-3 മണിക്കൂറൊന്നും ഒരിക്കലും എക്സസൈസ് ചെയ്യരുത്. പതുക്കെ നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങേണ്ടത്. സോ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആവേശമൊന്നും വേണ്ട, നിങ്ങൾ ചെറുതായിട്ട് തന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വേദന വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ ജിമ്മിൽ പോവാതിരിക്കരുത്. ചെറിയ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 4-5 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി ഓക്കെ ആകും. നിങ്ങൾക്ക് പിന്നീട് ഓരോ എക്സസൈസ് ആയിട്ട് ബോഡി പാർട്സ് വെച്ചിട്ട് ലെഗ്, അതുപോലെ ഷോൾഡർ, ചെസ്റ്റ് എന്ന എക്സസൈസൊക്കെ നമ്മൾക്കറിയാം. ആ ഒരു ബോഡി അനുസരിച്ചിട്ടാണ് അവർ ഓരോ എക്സസൈസും നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഷോൾഡറും ചെസ്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഓരോരോ കോമ്പിനേഷനാണ് ജിമ്മിലൊക്കെ എക്സസൈസ് ചെയ്യുന്നത്. ഇനി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പയ്യെ നടന്നു തുടങ്ങുക. ആവേശത്തിൽ ആദ്യമേ നടക്കുമ്പോഴാണ് അവിടെ ഇവിടേക്ക് കയറി പിടിച്ചിട്ട് നമുക്ക് പിന്നീട് നടക്കാൻ പറ്റാത്തത്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. എല്ലാം നമ്മൾ ഗ്രാജുവലായിട്ട് പതുക്കെ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ രീതിയിൽ വിശ്രമം കൊടുക്കുക. ഓവറായിട്ടുള്ള വലിയ വലിയ എക്സസൈസ് ആദ്യം ചെയ്യാതിരിക്കുക. നല്ല പോലെ വെള്ളം കുടിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്നവർ ഫുഡ് ഭയങ്കര ആയിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ അത്രയും എനർജി അവിടെ കൊടുക്കുകയാണ്. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് എനർജി കിട്ടണം. വെയിറ്റ് ലോസ് ആയിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിലും ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം ജിമ്മിലൊക്കെ പോയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ബോഡി ടയേർഡാകും. ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓരോ ആൾക്കാരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. വെയിറ്റ് ലോസ് ആയാലും വെയിറ്റ് ഗെയിൻ ആയാലും അതിനനുസരിച്ചിട്ട് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വേദനയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. കുറച്ച് ദിവസം ചൂടുവെള്ളത്തിൽ ശരീരം നിങ്ങൾക്ക് കുളിക്കാം. ഹോട്ട് ബാഗ് വെക്കാം. വേദനയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ബാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരുപാടിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ബാമൊക്കെ ഇട്ടിട്ട് ചൂട് പിടിക്കാവുന്നതാണ്. വെള്ളം നല്ലപോലെ കുടിക്കുക, റെസ്റ്റ് എടുക്കുക. സ്ട്രെച്ചിങ് ആൻഡ് വാം അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ വെറുതെ എക്സസൈസ് ചെയ്തത് കൊണ്ട് ഒരു കാര്യമില്ല.
സ്ട്രെച്ചിങ്ങും വാമപ്പും, ഫസ്റ്റ് വാമപ്പ് ചെയ്യുക, ലാസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്യുക. നിർബന്ധമാണ്. നടക്കാൻ പോകുന്നവർ പോലും സ്ട്രെച്ചിങ് ചെയ്യുക ലാസ്റ്റ്. അതെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു എക്സസൈസിൻ്റെ കൂടെ ഒരു ഭാഗം തന്നെയാണ്. എക്സസൈസ് മാത്രം ചെയ്തതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത്. സോ സ്ട്രെച്ചിങ് ആൻഡ് വാമപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ജിമ്മിൽ പോകുന്നവരായിക്കോട്ടെ, അല്ല നിങ്ങൾ വീട്ടിലൊക്കെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ ഇതാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ 7 ഡേയ്സിൻ്റെ കൂടുതലായിട്ട് നിങ്ങളുടെ വേദന നിൽക്കുക, നീരൊക്കെ കണ്ടുവരിക, ബോഡി ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകുന്നു എന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം, മരുന്ന് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാനിക് ആകേണ്ട ഒരാവശ്യമില്ല. ഇതെല്ലാവരിലും കണ്ടുവരുന്നത് തന്നെയാണ്. എക്സസൈസ് നിർത്തരുത്. തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഇത്തരത്തിലുള്ള വേദനയൊക്കെ കാരണം ടെൻഷനായി ഇനി എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിലും എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതിൽ കണ്ടിന്യൂ ചെയ്യുക. ഒരു 3-4 മാസം നിങ്ങൾ എക്സസൈസ് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. 1 മാസം പോയത് കൊണ്ടൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ജിമ്മിൽ പോകാനും എക്സസൈസ് ചെയ്യാനും ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. സോ ഇത്തരം വേദനയൊക്കെ ഉണ്ടായവർക്ക് മനസ്സിലായില്ലേ ഇതെന്തുകൊണ്ടാണ്, ഇത് എല്ലാവരിലും ഉള്ളതാണ്, ഇത് കണ്ടുവരുന്നതിൻ്റെ കാരണമൊക്കെ മനസ്സിലായിട്ടില്ലേ? സോ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്